കർണാടകത്തിൽ പോലെ പൈസ ജാക്കിൽ വാരിക്കൊണ്ടുവരാം. അതില്ലേ അയാൾക്ക് ഇവിടെ എത്ര സ്ഥലമല്ല അറിയോ? അയാൾ ഓരോ വർഷം ഉണ്ടാക്കുന്ന പൈസ എന്ന് പറഞ്ഞാൽ കർണാടകത്തിൽ എത്ര ഏക്കറാ അറിയുള്ളൂ. ഇവർ സ്ഥലമൊക്കെ അവിടെ വാങ്ങി. പിന്നെ ഭയങ്കര പാട്ടത്തിന് എത്ര പണിക്കാരാ അറിയോ? എല്ലാത്തിനും ശമ്പളം കൊടുത്തോണ്ടിരിക്കുക. 40,000-40,000 രൂപ ശമ്പളം കൊടുത്തിട്ടാണ്. ഒപ്പുവന്നോ ഈ കിട്ടിയാണ്ടല്ലോ 1 ലക്ഷം രൂപ ഒരിക്കലും നമുക്കൊരു നമ്മളുടെ കയ്യിൽ ഇല്ലാത്ത പൈസ കൊണ്ട് കഴിഞ്ഞാൽ വടക്ക് ഇത് അല്ലാതെ നമ്മളുടെ ജീവിതത്തെ ബാധിക്കാത്ത പൈസയായിരിക്കും. അല്ലെങ്കിൽ ഇഞ്ചി കൃഷി ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ നിലവിൽ ഇഞ്ചിക്ക് വിത്തിന് വില കൂടില്ല. 1 ഏക്കറിന് ഇപ്പൊ നിലവിൽ ഒരു 1.5 ലക്ഷം രൂപ 2 ലക്ഷം രൂപ പാട്ടം അടക്കം 1 ഏക്കർ ചെയ്യണമെങ്കിൽ വേണം. പക്ഷെ അത് കിട്ടുവാണെങ്കിൽ ഇപ്പോഴത്തെ ഇഞ്ചിയുടെ വില വെച്ചിട്ട് അത് ആ 1 ഏക്കർ സ്ഥലത്ത് കൃഷി ചെയ്യുകയാണെങ്കിൽ 19 ലക്ഷം ഇപ്പോഴത്തെ ഇഞ്ചിയുടെ വില. ആ 2 ലക്ഷം രൂപ മുടക്കിയാൽ 20 ലക്ഷം രൂപ നിലവിൽ ഇഞ്ചിയുടെ വില വെച്ചിട്ട് ഇപ്പൊ ഇഞ്ചിക്ക് വില ഒറ്റമാണ്. പാട്ട ഇഞ്ചിക്ക് ഒരു 60-70 5 ഏക്കർ മിനിമം ചെയ്യണം. അല്ലെങ്കിൽ നമുക്ക് പണിക്കൂലിയും സാധനങ്ങളൊക്കെ എന്നുവെച്ചാൽ പ്ലംബിംഗ് ഒക്കെ ചെയ്യണം. എന്നുവെച്ചാൽ 1 ഏക്കറിലേക്ക് നമ്മൾ പ്ലംബിംഗ് ചെയ്യുമ്പോഴും 5 ഏക്കറിലേക്ക് പ്ലംബിംഗ് ചെയ്യുമ്പോൾ ഏകദേശം ഒരേ വില വരും പൈസ. എന്നുവെച്ചാൽ അത്രേ കറണ്ട് ഉണ്ടാവുള്ളൂ അവിടെ. ആള് വേണം. ഇന്ത്യയിൽ ഇഞ്ചി ആൾക്കാർ വേണം. പിന്നെ ഇന്ത്യയുടെ ഇഞ്ചി തോട്ടത്തിൽ നിൽക്കുന്നവർക്ക് തോട്ടം വെച്ചിട്ടാണ് അവിടെ ഭയങ്കര സെറ്റ്. പൈപ്പ് വരെ എടുക്കും അവിടെ നിന്നുള്ള ആൾക്കാർ. പണിക്കാർ വേണം. നല്ല ഹെൽപ്പുള്ള പണിക്കാർ വേണം. എന്നുവെച്ചാൽ ഒരാൾ വന്നാലും അടിച്ചിട്ടാണുള്ള ആള് കൂടുതൽ. ഇഞ്ചി പറിച്ചിട്ടില്ല. ഇഞ്ചി നല്ല വില കയറി കഴിഞ്ഞാൽ നല്ല വില. ഈ സമയത്തൊക്കെ നല്ല വില കയറുമ്പോൾ 1 ഏക്കറിൽ തന്നെ 2-3 പേര് വെച്ചിട്ട് ഓരോ സൈഡിൽ കിടക്കണം. അല്ലെങ്കിൽ ഇഞ്ചി 10 ഏക്കറൊക്കെ ഉള്ളതിന് നോക്കിയാൽ പോലും കാണില്ല. ഷെഡ് നടുക്കായിരിക്കും. ഒരു നല്ലൊരു പണി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളോടെ കൂടെ കൂടുന്നു. പൈസ ഇവിടെ തന്നെ കൊടുക്കുന്നു. കാര്യമായി ഇത് ഡാമാ? വറ്റി സ്റ്റാർട്ടിംഗ് ആണ്, വെള്ളമില്ല. വലിയ കടയിൽ നിന്ന് ചിന്ന കടയാണോ? എൻ്റെ വില ഇതേപോലെ മഴയും ഇതേപോലെ പ്രത്യേക സ്ഥലം ഒറിജിനൽ
കാലാവസ്ഥ ഉണ്ട് വെറുതെ. ഒരു 220 കട്ട ഇന്നലെ വെച്ചോണ്ടിരിക്കാൻ വെക്കാൻ പറയട്ടോ. റേഞ്ച് പോവും. സെമസ്റ്റർ നമ്പറില്ലേ? നല്ല വെയിൽ. ഈ മഴക്കാലമാകുമ്പോൾ ആകുന്നതിനോടനുബന്ധിച്ച് ഇങ്ങനത്തെ മഴയാണ് പൊതുവെ ഉണ്ടാവാറ്. ഈ കോഴിക്കോട് ഭാഗത്ത് വേറെ കയറി വരുന്നത് സെമസ്റ്റോ ഓട്ടണ്ടോ? ഒരു 4ന്റെ ഒരു 200 വേണം. SBI ബാങ്കില്ലേ, മാടക്കാവിക്ക് പോണ വഴിയില്ലേ, അമ്പലനടയിലെ ലൈറ്റിന്റെ മുന്നിൽ SBI ബാങ്കില്ലേ, SBI. ആ ബാങ്കിന്റെ അവിടേക്ക് എടുക്കുക, വണ്ടി എടുക്കുക. ആ ബാങ്കിന്റെ അവിടേക്ക് പോവുക. പോയിട്ട് ഒരു 10 അടി പോയി കഴിഞ്ഞാൽ വണ്ടി തിരിക്കാനുള്ള ഒരു ഗ്യാപ്പ് ഉണ്ട്. അവിടുന്ന് വണ്ടി തിരിച്ചിട്ട് നേരെ ബാക്കിൽ റിവേഴ്സ് പോവാ. റിവേഴ്സ് പോകുമ്പോൾ അവിടെ മതിൽ കെട്ടണം, അവിടെ തട്ടിക്കോ. നീ വേണമെങ്കിൽ ആ വണ്ടി തിരിക്കുന്നതിൻ്റെ അവിടെ ഇട്ടിട്ടൊന്ന് നടന്നു നോക്കിക്കോ. അവിടെ തട്ടിയിട്ട് ആ വണ്ടി അവിടെ ഇട്ടിട്ട് ആ വണ്ടി തിരിക്കുന്നതിൻ്റെ അവിടെ ഇട്ടിട്ടൊന്ന് ജസ്റ്റ് നോക്കിക്കോ, വണ്ടി തട്ടുന്ന സ്ഥലം. പൈസ കിട്ടാൻ അവിടെ ചോദിച്ചോ. 24,500 മേടിച്ചോ. 24,500 മേടിക്കണം. ആള് പൈസ തരാൻ വന്നിട്ട് തരിക, ഞാൻ പൈസ മേടിച്ചോ. പണിക്കാരുടെ ആളെ നമ്പർ മേടിച്ചോ. പണിക്കാരുടെ എന്നെ വിളിച്ചപ്പോൾ കിട്ടില്ല, റേഞ്ച് കിട്ടും. ശരിട്ടോ.